ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ മാത്രമല്ല, രക്തക്കുറവുള്ളവർക്ക് ഹീമോഗ്ലോബിൻ അളവ് കൂട്ടുന്നതിനും കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും തലച്ചോറിൻ്റെ ആരോഗ്യത്തിനും വെയിറ്റ് കുറയ്ക്കാനും ചർമ്മം തിളങ്ങുന്നതിനുമൊക്കെ വളരെ നല്ലതാണ്. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ സിനി റോയ്. ഇന്ന് പലരെയും അലട്ടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് ഉയർന്ന രക്തസമ്മർദ്ദം. രക്തക്കുഴലുകളിലെ മർദ്ദം വളരെ കൂടുതലാകുമ്പോൾ വരുന്ന അവസ്ഥയാണ് ഹൈ ബ്ലഡ് പ്രഷർ. ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ രക്തസമ്മർദ്ദം യഥാസമയം കണ്ടുപിടിക്കാതിരിക്കുന്നതും ചികിത്സ തേടാതിരിക്കുന്നതുമാണ് പലപ്പോഴും അപകടകരമാകുന്നത്. രക്തസമ്മർദ്ദം മൂലം ഹൃദയാഘാതം, സ്ട്രോക്ക് പോലുള്ള പ്രശ്നങ്ങൾ വരുന്നതിന് കാരണമാകുന്നു. അമിതമായ ഉപ്പിൻ്റെ ഉപയോഗം, അമിതവണ്ണം, പുകവലി, മദ്യപാനം എന്നിവയെല്ലാം BP വർദ്ധിക്കുന്നതിനുള്ള ഘടകങ്ങളാണ്. നിരന്തരമായ ഹൈ ബ്ലഡ് പ്രഷർ ഹൃദയത്തിന് ഗുരുതരമായ കേടുപാടുകൾക്ക് കാരണമാകും. കഠിനമായ തലവേദന, സ്ഥിരമായ നെഞ്ചുവേദന, കടുത്ത ക്ഷീണവും തലക്കറക്കവും, ഓക്കാനം അല്ലെങ്കിൽ ഛർദി, മങ്ങിയ കാഴ്ച, ഉത്കണ്ഠ എന്നിവയെല്ലാം ഹൈ BPയുടെ ലക്ഷണങ്ങളാണ്. അതിനാൽ BP നിയന്ത്രിക്കാൻ ഭക്ഷണ രീതിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്ന പച്ചക്കറിയാണ് ബീറ്റ്റൂട്ട്. നല്ല ചുവന്ന കളറുള്ള പച്ചക്കറികളിൽ ഡയറ്ററി നൈട്രേറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് രക്തയോട്ടം മെച്ചപ്പെടുത്തി ഉയർന്ന BP കുറയ്ക്കാൻ സഹായിക്കുന്നു. അതിനാൽ ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കുന്നതിനുള്ള സൂപ്പർ ഫുഡാണ് ബീറ്റ്റൂട്ട് എന്ന് പറയുന്നത്. ശാസ്ത്രീയ പഠനമനുസരിച്ച് ഭക്ഷണത്തിലെ നൈട്രേറ്റ് ശരീരത്തിലെത്തുമ്പോൾ സജീവമായ നൈട്രേറ്റും നൈട്രിക് ഓക്സൈഡുമായി മാറുന്നു. ഈ നൈട്രിക് ഓക്സൈഡ് രക്തക്കുഴലുകൾക്ക് വിശ്രമം നൽകി ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഹൈ BP കുറയ്ക്കാൻ ദിവസവും 250 മില്ലി ബീറ്റ്റൂട്ട് ജ്യൂസ് കുടിച്ചാൽ മതി. BP നോർമലാകാൻ ഇത് സഹായിക്കും. ബീറ്റ്റൂട്ട് ജ്യൂസ് തയ്യാറാക്കുന്നതിനായി നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ്: ഒരു ആപ്പിൾ, ചെറിയ ബീറ്റ്റൂട്ട് ഒരെണ്ണം, കുറച്ച് മല്ലിയില, ഒരു ക്യാരറ്റ്, പകുതി ചെറുനാരങ്ങ, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഈ പച്ചക്കറികളെല്ലാം കഴുകിയെടുത്തതിന് ശേഷം ബീറ്റ്റൂട്ട് തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. ക്യാരറ്റും തൊലി കളഞ്ഞ് ചെറുതാക്കി മുറിച്ചെടുക്കുക. ആപ്പിൾ കട്ട് ചെയ്തെടുക്കുക. മല്ലിയില ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞെടുക്കുക. ഇനി ഈ പച്ചക്കറികളെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക. നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കുക. നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ബ്ലെൻഡ് ചെയ്തെടുത്ത ശേഷം ഒരു ബൗളിലേക്ക് അരിച്ചൊഴിക്കുക. ഇനി ഇത് ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. ഇനി ഇതിലേക്ക് പകുതി നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. നന്നായി മിക്സ് ചെയ്തെടുക്കുക. കുടിക്കുക. ഈ ജ്യൂസ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുൻപ് കുടിക്കാവുന്നതാണ്. പോഷകങ്ങളുടെ കലവറയാണ് ഈ ബീറ്റ്റൂട്ട് ജ്യൂസ്. ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ മാത്രമല്ല, രക്തക്കുറവുള്ളവർക്ക് ഹീമോഗ്ലോബിൻ അളവ് കൂട്ടുന്നതിനും കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും തലച്ചോറിൻ്റെ ആരോഗ്യത്തിനും ക്യാൻസർ അകറ്റുന്നതിനും കരളിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും ആമാശയത്തെ ശുദ്ധീകരിക്കുന്നതിനും സ്റ്റാമിന മെച്ചപ്പെടുത്തുന്നതിനും വെയിറ്റ് കുറയ്ക്കാനും ചർമ്മം തിളങ്ങുന്നതിനുമൊക്കെ വളരെ നല്ലതാണ്. നല്ലൊരു ഡീടോക്സ് ഡ്രിങ്കായി ബീറ്റ്റൂട്ട് ജ്യൂസ് കുടിക്കാവുന്നതാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ ഒരു ജ്യൂസ് കുടിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കും. ഇനി BP കുറയ്ക്കാൻ ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി പറയാം. കൊഴുപ്പും പഞ്ചസാരയും അടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കണം. റെഡ് മീറ്റ്, എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ, ബേക്കറി പലഹാരങ്ങൾ, കോള പോലുള്ള പാനീയങ്ങൾ, അച്ചാർ, പപ്പടം, ഉണക്കമീൻ, ഉപ്പ് അധികമുള്ള ആഹാരപദാർത്ഥങ്ങൾ അധികമായി കഴിക്കരുത്. ഉപ്പിട്ട കഞ്ഞിവെള്ളം, ഉപ്പിട്ട നാരങ്ങ വെള്ളം എന്നിവ ഒഴിവാക്കണം.
അടുത്തത് ഹൈ ബി പി കുറയ്ക്കാൻ പൊട്ടാഷ്യം കൂടുതലുള്ള ഇലക്കറികൾ, പച്ചക്കറികൾ, തക്കാളി, പഴം, തണ്ണിമത്തൻ, പയർവർഗ്ഗങ്ങൾ എന്നിവ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ദിവസവും 7 അല്ലി വെളുത്തുള്ളി കഴിക്കുന്നത് ഹൈ ബി പി കുറയ്ക്കാൻ സഹായിക്കും. ബദാം, വാൽനട്ട്സ്, കാഷ്യൂ നട്ട്സ് എന്നിവ 5 മുതൽ 7 എണ്ണം എന്ന ക്രമത്തിൽ കഴിക്കാവുന്നതാണ്. ബി പി കുറയ്ക്കാൻ ദിവസവും 2 നെല്ലിക്ക കഴിക്കാവുന്നതാണ്. കുക്കുംബർ, ക്യാരറ്റ്, സവാള, മുളപ്പിച്ച പയർവർഗ്ഗങ്ങൾ എന്നിവ ഉപയോഗിച്ച് സാലഡ് തയ്യാറാക്കി കഴിക്കുക. അപ്പോൾ ഹൈ ബി പി കുറയ്ക്കുന്നതിന് ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ, ബി പി കുറയ്ക്കാൻ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണങ്ങൾ എന്നിവ ഡീറ്റെയിലായി വിശദീകരിച്ചിട്ടുണ്ട്. ബി പി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ, മരുന്ന് കഴിക്കുന്നവരും മരുന്ന് കഴിക്കാത്തവരും ഈ പറഞ്ഞ ഭക്ഷണങ്ങളെല്ലാം ഡയറ്റിൽ ഉൾപ്പെടുത്തുക, ഒഴിവാക്കേണ്ടത് ഒഴിവാക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. താങ്ക്